സാറിൻ്റെ ബിസിനസ്സിലെ ഒരു സ്റ്റൈല് റീഇൻവെസ്റ്റ് ചെയ്യുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് സാർ വീട്ടിൽ കൊണ്ടുപോയി വെക്കുകയോ, സാർ നേരത്തെ പറഞ്ഞ പോലെ ബാങ്കിൽ ഇത്ര ബാലൻസ് കാണുകയല്ല, ഇതിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് റീഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഫ്രം എക്സ്പീരിയൻസ് ഇപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിക്കട്ടെ, ഒരു ബിസിനസ്സുകാരൻ ഇപ്പോൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ശരിക്കും ഒരു റീഇൻവെസ്റ്റ് ചെയ്യണം? കാരണം മസ്റ്റായിട്ടും ചെയ്യണം എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അതിൽ എത്ര പെർസെൻറ്റേജ് വരെ റീഇൻവെസ്റ്റ് ചെയ്യണം? പെർസെൻറ്റേജ് ഞാൻ അങ്ങനെ കൃത്യമായി പറയാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മളിപ്പോൾ ആയിരിക്കുന്ന ബിസിനസ്സിൻ്റെ ഒരു സാധ്യത മുന്നോട്ടുണ്ടെങ്കിൽ, ചില ബിസിനസ്സുകൾക്ക് ഡീഗ്രോയിങ് ആണ് വാസ്തവത്തിൽ. അത്തരം ബിസിനസ്സുകൾ നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ബെറ്റർ നമ്മൾ ചിലപ്പം ഡൈവേഴ്സിഫിക്കേഷൻ പോകുന്നതായിരിക്കും നല്ലത്. പക്ഷെ നമ്മുടെ ആയിരിക്കുന്ന മേഖലയിൽ ഒരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റീഇൻവെസ്റ്റ്മെൻറ്റിന് മുഖ്യ പ്രാധാന്യം കൊടുക്കണം. പലപ്പോഴും എനിക്ക് തോന്നുന്നു സംഭവിക്കുന്നത്, നമ്മളൊരു നല്ല ബിസിനസ് നിൽക്കുമ്പം തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ള ഒരു തോട്ടിൽ വല്ലാതെ ഡൈവേഴ്സിഫൈ ചെയ്ത് ഫണ്ട് കൊണ്ടുപോകും. അപ്പോൾ എക്സിസ്റ്റിംഗ് ബിസിനസ്സിൽ ഫണ്ടിൻ്റെ ഇഷ്യൂ വരും, റൊട്ടേഷൻ ബാധിക്കും, നമ്മുടെ സപ്ലൈസുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ബാധിക്കും. കാലക്രമേണ എക്സിസ്റ്റിംഗ് ബിസിനസ് വല്ലാതെ അങ്ങ് ഷ്രിങ്ക് ചെയ്യും. പുതിയ ഉദ്ദേശിച്ച ബിസിനസ് നന്നായി ഫ്ലറിഷ് ചെയ്ത് വന്നുമില്ല. അപ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് ഇവഞ്ച്വലി നമ്മൾ അതിലേക്ക് പോകുന്നു. അപ്പം ഇതിൽ തന്നെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ, നമ്മുടെ പറമ്പിൽ ഒരു നിധി ഉണ്ടെങ്കിൽ അവിടെ കുഴിക്കണ്ടേ, അവിടെ കുഴിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ള ആ പ്രിൻസിപ്പിളാണ്. അപ്പം അതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്തേക്ക് പോകാം. അല്ല, പാരലൽ നമുക്ക് ചെയ്യാം. പക്ഷേ മേജർ നമ്മുടെ ആ പ്രൈം ബിസിനസ്സിനകത്ത് നമ്മുടെ മേജർ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മുടെ ക്യാഷ് ഫ്ലോയും കിടക്കണം. കാരണം അത് നമ്മുടെ ഒരു പ്രൈമായിട്ടുള്ള സംഭവമാണ്, ഫൗണ്ടേഷനാണല്ലോ. അതിൽ നിന്നുകൊണ്ട് നമുക്ക് മറ്റ് ബിസിനസ്സിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ഒരു സുഹൃത്ത് വെരി ഫേമസ് ഒരു ആർക്കിടെക്റ്റാണ്. അപ്പം പുള്ളി ഒരു ചെറിയ കാറായിരുന്നു. അപ്പോൾ ഈ കാറുമായിട്ട് പുള്ളി റേറ്റുകൾ പറയുന്നു. ഒരു തരത്തിലും ക്ലയൻസിന് ആ റേറ്റ് കൊടുക്കാൻ തയ്യാറല്ല. പുള്ളി പറയുന്ന റേറ്റ്, അവർ പറയുന്ന അത്രയും റേറ്റ് ഇല്ല, നെഗോസിയേഷൻ പ്രശ്നങ്ങളെല്ലാം. ഹി ബോട്ട് എ പ്രീമിയം കാർ. അതിനുശേഷം ക്ലയൻറ്റ് മീറ്റിങ്സിന് ചെല്ലുന്നു. പുള്ളി പറയുന്ന റേറ്റ് ഓക്കെയാണ്, ഒരു നെഗോസിയേഷൻ ഇല്ല. എന്നിട്ട് ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഈ ബിസിനസ് ആണെങ്കിലും ക്വാളിറ്റിയുടെ കൂടെ തന്നെ ലുക്സും നമ്മൾ പോർട്രേ ചെയ്യുന്നൊരു ഇമേജും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. പക്ഷെ അത് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഈ ബിസിനസ്സിൽ നമ്മളങ്ങനെ നിൽക്കാനായിട്ട്, നമുക്കൊരു റെസ്പെക്റ്റ് കിട്ടാനായിട്ട്, ആളുകൾ ട്രസ്റ്റ് ചെയ്യാനായിട്ട് എത്രത്തോളം ഈ കാണിക്കുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്? എനിക്ക് ഒട്ടും തന്നെ അങ്ങനെ തോന്നിയിട്ടില്ലെന്നുള്ളതാണ് വാസ്തവം. മേ ബി ഇനിഷ്യൽ ഡേയ്സിലൊക്കെ ഒരു ബിസിനസ്സുകാരൻ അങ്ങനെ തോന്നാം. മാന്യമായ വസ്ത്രം ധരിക്കുക എന്നുള്ളത് നമ്മളെല്ലാം ചെയ്യുന്ന കാര്യമാണ്. അവരവരുടേതായ രീതിയിൽ മാന്യമായ വസ്ത്രധാരണം, വൃത്തിമനയുള്ള രീതിയിൽ. അതിനപ്പുറത്തേക്ക് പോഷ്നസ്, നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കൂടുതൽ ശ്രദ്ധിക്കും. ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ ഷർട്ട്, ആ ബ്രാൻഡിൻ്റെ ലോഗോ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ പ്രത്യേകം ശ്രദ്ധിക്കും. അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള, എനിക്കൊരിക്കലും തോന്നാത്തൊരു ചിന്തയാണത്. നമ്മുടെ ഒരു പേഴ്സണാലിറ്റി തന്നെയാണ്, നമ്മുടെ അകത്തുള്ളൊരു പേഴ്സണാലിറ്റി ഉണ്ടല്ലോ, നമ്മുടെ ക്യാരക്ടറും നമ്മുടെ ബോഡി ലാംഗ്വേജും നമ്മുടെ സംസാര രീതിയും അല്ലേ, നമ്മുടെ പെരുമാറ്റവും. അത്രയും വലിയൊരു, അങ്ങനെ ഒരു ബ്രാൻഡല്ലേ, അതല്ല ഏറ്റവും വലിയ ബ്രാൻഡ്. നമ്മുടെ പേഴ്സണാലിറ്റി എന്നൊരു ബ്രാൻഡ് ഉണ്ടല്ലോ, അത് ഏറ്റവും വലിയ ലക്ഷറിയസ് ബ്രാൻഡിനേക്കാൾ മുകളിലാണല്ലോ. അപ്പോൾ നമ്മളൊക്കെ പൊതുവിൽ ഈ നാട്ടിൽ റെസ്പെക്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ ആളുകൾ ഏത് ബ്രാൻഡ് ഡ്രസ്സായിട്ടിരിക്കും നമ്മൾ ആരെങ്കിലും നോക്കാറുണ്ടോ? നമ്മൾ ആ വ്യക്തിയെ മാത്രമേ കാണുന്നുള്ളൂ. പലപ്പോഴും ഡ്രസ്സിലേക്കൊന്നും അങ്ങനെ എനിക്ക് പോകാൻ പറ്റുന്നില്ല. ഞാനൊരു ന്യൂനപക്ഷമായിരിക്കാം ചിലപ്പം, എനിക്കറിയില്ല. എനിക്ക് അവർ വന്ന കാർ ഏതാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ നോക്കാനായിട്ട് തോന്നാറില്ല. ഇപ്പം നോക്കുന്നവർ ധാരാളം ഉണ്ട് കേട്ടോ, ഞാൻ ഇല്ലെന്നല്ല പറഞ്ഞത്. പക്ഷേ ഐ ബിലോങ്സ് ടു മറ്റേ സൈഡാണ്. കാരണം ആ വ്യക്തിത്വത്തിലാണ് നമ്മൾ ആ വ്യക്തി എന്താണ്, ആ വ്യക്തിയുടെ കാമ്പ് എന്താണ്, അവരുടെ സോൾ എന്താണ്, ഇതൊക്കെയാണല്ലോ നമ്മൾ സാധാരണഗതിയിൽ പരിചയപ്പെട്ട് കുറച്ച് കഴിയുമ്പം അല്ലേ അതിലേക്കാണല്ലോ പോകുന്നത്. ഇപ്പം നമ്മളെ കാണാനും നിരവധിയായിട്ടുള്ള ആളുകൾ വരുമല്ലോ, ബിസിനസ് ആയതുകൊണ്ട് നമ്മുടെ സപ്ലൈസ് വരും, അല്ലാതെ ഒത്തിരി ആളുകൾ വരാറുണ്ട്. അപ്പം ഈ സമൂഹത്തിൽ നിന്ന് പല രീതിയിലുള്ള ആളുകൾ വരാറുണ്ട്. അപ്പം നമ്മൾ ആ പേഴ്സണാലിറ്റീസിനെയാണല്ലോ ഇപ്പോഴും 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് എത്തുമല്ലോ, സ്വാഭാവികമായിട്ട് നമുക്ക് എത്താൻ പറ്റുമല്ലോ. ഞാനതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ മറ്റേ വശം കൂടെ ഞാൻ ചോദിക്കട്ടെ, ഡസ് ഇറ്റ് സ്കെയർ യു? ലൈക്ക് ഭയങ്കരമായൊരു ഗ്രോത്ത്, ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ ആയിക്കോട്ടെ, സാറിനോട് ബിസിനസ് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, ടു ഫ്ലാഷി, ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, ഭയങ്കര ഗ്രോത്ത്, അതിലൊരു ഡിസ്ട്രസ്റ്റ് ആസ് എ ബിസിനസ്സുകാരൻ സാറിന് വരുമോ? അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല കേട്ടോ. ചിലപ്പോൾ അതൊരാളുടെ വലിയ സവിശേഷമായ കഴിവുകൾ കൊണ്ട് ഈ പെട്ടെന്ന് ഗ്രോത്ത് എടുക്കുന്ന 2 രീതിയിലും ഉണ്ടല്ലോ. ചിലർക്ക് പ്രത്യേക ചില കഴിവുകളുണ്ട് നമുക്കില്ലാത്ത, അതിൻ്റെ പേരിലും വലിയ ഗ്രോത്ത് എടുത്ത് വളരെ ഷോർട്ട് ടൈമിൽ ഗ്രോത്ത് എടുത്ത് ഫ്ലാഷി ആയിട്ടുള്ള ലെവലിലോട്ടൊക്കെ പോകുന്ന ആളുകളുണ്ട്. ഫ്ലാഷി എന്ന് പറഞ്ഞാൽ അവരുടെ വ്യക്തിഗത താല്പര്യമാണ്, നമ്മളതിനെ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ ഗ്രോത്താണ് ഉദ്ദേശിച്ചത്. ഗ്രോത്ത് എടുക്കുന്ന അത് കഴിവ്. പിന്നെ ചിലർ ഷോർട്ട് കട്ടിലൂടെ ഗ്രോത്ത് എടുക്കുന്നവരുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ കഴിവിലൂടെ ഗ്രോത്ത് എടുക്കുന്നവരാണെങ്കിൽ നല്ലത് അല്ലേ, ഷോർട്ട് കട്ട്സ് ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഇനി ഒരു ബിസിനസ് നമുക്കറിയാം, ഇപ്പോൾ സാറ് പറഞ്ഞു ആദ്യത്തെ 7-8 years, ബട്ട് യു ന്യൂ
സാർ ഇതിലാണ് നിൽക്കണ്ടേ, സാർ അത് പ്രോഫിറ്റിലേക്ക് എത്തിക്കും എന്നുള്ളത് സാറിന് അറിയാമായിരുന്നു. അത് ഏത് പോയിന്റിലാണ് ഒരു ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്യുകയോ ഡൈവേഴ്സിഫൈ ചെയ്യുകയോ ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ഇത് പറയാൻ പറ്റുമോ? അതിനും ഒരു നിശ്ചിതമായിട്ടുള്ളൊരു ഒരു ഒരു ഇതില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതും ആപേക്ഷികമാണ്. കാരണം ആ ബിസിനസ്സിന് സാധ്യത മുന്നോട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. പലപ്പോഴും നമ്മുടെ ചില പ്രോസസ്സിലെ ഇഷ്യൂസും ഉണ്ടാകാം നമ്മൾ അന്ന് അങ്ങനെ ആയതേ. ഞാൻ തന്നെ ചിന്തിക്കുമ്പോൾ എൻ്റെ നടത്തിപ്പിലെ കുഴപ്പം കൊണ്ടാണ്, മാർക്കറ്റിൻ്റെ കുഴപ്പം കൊണ്ടല്ല ഞാൻ ലോസിൽ ഓടിയത്. ഒരിക്കലും മാർക്കറ്റിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പലപ്പോഴും ആളുകൾ ഒരാൾ ബിസിനസ് ലോസിൽ വരുന്ന ഉടനെ മാർക്കറ്റിനെയും കോമ്പറ്റീറ്റേഴ്സിനെയും ആളുകളെയും കുറ്റപ്പെടുത്തും. ആളുകൾ ബാർഗെയിൻ ചെയ്യുന്നു, കോമ്പറ്റീഷൻ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നു, കേരളത്തിൽ മുഴുവൻ ഇങ്ങനെ പ്രശ്നങ്ങളെന്ന് പറയും. പക്ഷേ വാസ്തവത്തിൽ നമ്മുടെ ഒരു അതേ ബിസിനസ് മറ്റൊരാൾ നന്നായി നടത്തുന്നുണ്ടല്ലോ. അപ്പം നമ്മുടെ പ്രോസസ്സിൻ്റെ വിഷയമായിരുന്നു, നമ്മുടെ സ്ട്രാറ്റജിയുടെ പ്രോബ്ലം ആയിരുന്നു എന്നുള്ള ആ റിയലൈസേഷനിൽ നമ്മൾ തിരുത്തി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതേ ബിസിനസ് തന്നെ നമുക്ക് രണ്ടാമത് കൊണ്ടുവരാൻ പറ്റും. അത് നിർത്തേണ്ട ആവശ്യം വരില്ല. പക്ഷെ പ്രൊവൈഡഡ് ആ പ്രോഡക്റ്റിനോ ആ സേവനത്തിനോ നാട്ടിൽ ആവശ്യം ഉണ്ടായിരിക്കണം, അല്ലേ? ഉണ്ടെങ്കിലേ നമ്മളതിന് പണിയെടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലാത്ത പക്ഷം പിന്നെ അതിൽ എഫർട്ട് ഇട്ടിട്ട് കാര്യമില്ല. ചിലർ തീർത്തും ആവശ്യമില്ലാത്തൊരു പ്രൊഡക്റ്റിലോ സേവനത്തിലോ കണ്ടമാനം ഇൻവെസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യും, അല്ലേ? അതിൻ്റെ പേരിൽ ഫെയിലിയേഴ്സ് വരാറുണ്ട് കേട്ടോ. അത് നമ്മൾ ആദ്യം തന്നെ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അല്ലേ, ബിസിനസ്സിൻ്റെ ബാലപാഠമാണല്ലോ. ഞാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ്സിന് ഈ നാട്ടിൽ ഒരു ആവശ്യകതയുണ്ടോ, ഇത് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കൊടുക്കുന്ന പ്രൊഡക്റ്റാണ്. അപ്പം ഞങ്ങൾ കമ്പ്യൂട്ടറായിരുന്നു തുടങ്ങിയത്, അതറിയാമല്ലോ, വലിയ സൊല്യൂഷനാണല്ലോ ആളുകൾക്ക് കൊടുത്തത്. അപ്പം അന്ന് അത് ആ ഒരു കാഴ്ചപ്പാടിലാണ്. ഇപ്പോൾ ചെറിയ ബിസിനസ്സുകൾ ചെയ്യുന്ന പല ടൈപ്പ് ബിസിനസ്സുകളുണ്ടല്ലോ. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിനകത്ത് എന്താണ് ഡിഫറൻ്റായിട്ട് എങ്ങനെ ആളുകൾക്ക് നല്ല ഭക്ഷണം വ്യത്യസ്തമായി ഭക്ഷണം കൊടുക്കുക എന്നുള്ള വ്യത്യസ്തമായി നല്ല ഭക്ഷണം കൊടുക്കുന്ന സ്ഥലങ്ങളെല്ലാം വലിയ തിരക്കല്ലേ, പാർക്കിംഗ് കിട്ടുന്നില്ല നമുക്ക്. ഇപ്പോൾ എറണാകുളത്തൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അപ്പോയിൻമെൻ്റ് എടുത്തൊക്കെ നമ്മൾ പോകണം, അല്ലേ? വ്യത്യസ്തമായ നല്ല ഭക്ഷണം കൊടുക്കും. അതിനകത്ത് ആ ഡിഫറൻസിയേഷൻ അവർ കൊണ്ടുവരുന്നുണ്ടല്ലോ. അപ്പം അത് കൊണ്ടുവരാതെ നമ്മൾ ബിസിനസ് തുടങ്ങുന്നു എന്നുള്ളൊരു താഴ്ന്നുള്ളത്. പലപ്പോഴും നമുക്ക് അവിടെ കസ്റ്റമറെ കിട്ടാതെ വരുന്നു എന്നുള്ളത്, പലപ്പോഴും കൺസ്യൂമർ ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ് സംഭവം. ഇനി വൺ പീസ് ഓഫ് അഡ്വൈസ് ടു ഓൾ യങ് ഓൺടർപ്രണേഴ്സ് സാർ കൊടുക്കുകയാണെങ്കിൽ? അങ്ങനെ ഒരു അഡ്വൈസിനുള്ള ഒരാളായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതാണ് ഒന്നാമത്തെ വിഷയം. സാറിൻ്റെ എക്സ്പീരിയൻസ് ചെയ്ത് സാർ പറയുകയാണെങ്കിൽ ബിസിനസ്സിനെ കുറിച്ച്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് നമ്മൾ ക്ഷമ, ഒരു പേഷ്യൻ്റായിട്ട് ഒന്ന് നമ്മുടെ പ്രോഡക്റ്റ് ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ മാർക്കറ്റിൽ ആവശ്യമുള്ളൊരു പ്രൊഡക്റ്റോ ഒരു സർവീസോ ആയിരിക്കണം. രണ്ട്, അതിനൊരു നമ്മുടെ പ്ലാൻ കൃത്യമായിട്ടുണ്ടാകണം. ആ പ്ലാനിനനുസരിച്ചൊരു സിസ്റ്റംസും പ്രോസസ്സും. പലപ്പോഴും നല്ലൊരു പ്ലാൻ ഉണ്ടാകും, പക്ഷേ ആ ഒരു സിസ്റ്റം ഉണ്ടാകത്തില്ല. അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സിസ്റ്റവും പീപ്പിളും ഉണ്ടാകത്തില്ല. നമ്മൾ ഓണർക്ക് നല്ലൊരു ആശയമുള്ള ഒരാളായിരിക്കും, പക്ഷെ അത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നല്ല പീപ്പിൾ അവിടെ വരണം, അതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ. പീപ്പിൾ വന്നു കഴിഞ്ഞാൽ എന്താണ്, പീപ്പിളിനെ ഓപ്പറേറ്റ് ചെയ്യാനുള്ളൊരു പ്രോസസ്സ് ഉണ്ടാകണം. അത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇങ്ങനൊരു ഉൽപ്പന്നം നമുക്കുണ്ടെന്നുള്ള ജനങ്ങൾ അറിയണം. അപ്പം നല്ലൊരു മാർക്കറ്റിംഗ് സംവിധാനം നമുക്ക് അത്യാവശ്യമാണ്. പല സ്ഥലത്തും നല്ല പ്രോഡക്ട്സ് വരെ എത്തി, പക്ഷേ ജനങ്ങൾ അറിഞ്ഞില്ല ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ആളുകളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാതെ പോയ ഒത്തിരി ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇനി റീച്ച് ഔട്ട് ചെയ്ത് കഴിഞ്ഞു, ആളുകൾ വാങ്ങി തുടങ്ങി. അവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ സ്കെയിലബിലിറ്റി, അല്ലേ? നമ്മൾ ആയിരിക്കുന്ന മാർക്കറ്റിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അതിലേക്ക് ഒന്ന് സ്കെയിലപ്പ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റോടെ നമുക്കുണ്ടെങ്കിൽ, അതിൻ്റെ ഓട്ടത്തിലാണ് നമ്മളെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ തുടങ്ങിയ ആശയം വേറെ നമ്മളെക്കാൾ വലുതായിട്ട്, നമ്മൾ പറയും ഒരു ബ്രാൻഡ് എന്നാണോ ഞാൻ തുടങ്ങുന്ന ബ്രാൻഡ് എന്നേക്കാൾ വലുതാകുന്നത്, അപ്പം മാത്രമാണ് ആ ബ്രാൻഡ് സക്സസ് ആയത്. എന്നിൽ തട്ടി നിൽക്കുമ്പോൾ ആ ബ്രാൻഡ് സക്സസ്ഫുൾ അല്ലല്ലോ. എൻ്റെ മുകളിലോട്ട് ബ്രാൻഡ് ചലിക്കുമ്പോഴാണ് ബ്രാൻഡ് സക്സസ്ഫുൾ. അപ്പോൾ അതുവരെ അതാണ് സ്കെയിലബിലിറ്റി ഞാൻ ഉദ്ദേശിച്ചത്. അതുവരെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ബ്രാൻഡ് വലുതായി കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ആ ഗ്രോത്തിൽ, ആ സ്കെയിലബിലിറ്റിയിൽ അത് അൺലിമിറ്റഡാണ്, അല്ലേ? അത് രാജ്യങ്ങളില്ല, അതിന് യൂണിവേഴ്സാണല്ലോ. അത് ഏത് ലെവലിലേക്ക് ഒരു പ്രൊഡക്റ്റ് പോകാൻ പറ്റുമല്ലോ, ഒരു സർവീസിന് പോകാൻ പറ്റുമല്ലോ. ഇത്രയാണ് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനിത് പറയാനൊരു അത്ര പഠനമുള്ള ഒരാളല്ല, പക്ഷേ എൻ്റെ മിനിമമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഞാൻ പറഞ്ഞു മാത്രം.